ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ വേറെ ആർക്കോ സംഭവിച്ച ഒന്നായി നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ എരഞ്ഞോളി മൂസാക്കയൊക്കെ പണ്ട് പാടി വെച്ചൊരു പാട്ടുണ്ടല്ലോ. അതിന്ന് ഗാനമേളയിലൊക്കെ ആഘോഷത്തിലാണ് പാടുന്നത്. കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്ന മയ്യത്തിന്റെ അവസ്ഥയോ കബറിന്റെ അവസ്ഥയോ എന്നല്ല ചിന്തിക്കുന്നത്. ആ പാട്ട് എഴുതിയ ആള് എനിക്ക് തോന്നുന്നു എന്തോ ഒരു പച്ചക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാളം കാവൽ നിർത്തി നാട് ഭരിച്ചോരു മന്നാ നാളെ നീയും ഒരു പിടി മണ്ണാ. എന്തോ ഒരു രാജകലയിൽ ജീവിച്ച രാജകുമാരന് പോലും ഒരു പിടി മണ്ണാണ് എന്ന് അതിൽ പറഞ്ഞു തീർക്കുമ്പോഴും നമ്മൾ അതല്ല ചിന്തിക്കുന്നത്. നമ്മൾ അവിടെ ആഘോഷമാണ്. ഇന്നിങ്ങനെ ഒരു സഹോദരൻ ഒരു റീൽസിന്റെ ഒരു ഭാഗം അയച്ചു കണ്ടോളാൻ വേണ്ടിയിട്ട് അയച്ചത്. അതിനകത്ത് എന്തെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ ആയിക്കോ, ഞാനിങ്ങനെ ഇത്തരം വിഷയങ്ങൾ പ്രസംഗിക്കുമെന്ന് അറിയാലോ. ചില ആളുകൾ ചോദിക്കും, ശ്രീമാതള ക്ഷേത്രത്തിൽ പോലും ഉസ്താദിന് എന്താ പ്രശ്നം, ഇയാളെന്തിനാ അതൊക്കെ പറയുന്നത്, വൈറലാവാനാണോ? വൈറലാവാനും നെഞ്ചിലാവാനൊന്നും അല്ല. ആ സംഭവത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ പൊതുബോധമുള്ളവരാണല്ലോ. അപ്പൊ അതിന് ദുനിയാവിന്റെ നിസാരതയെ കുറിച്ചാണ് പാട്ട്. പാടുന്ന പെണ്ണ് അർത്ഥനഗ്നയാണ്. ആ പെണ്ണ് പാടുന്നത് ജീവിക്കാൻ പാടാ മരിക്കാനും പാടാ, മനുഷ്യനെ വലയ്ക്കും ഈ ദുനിയാവ്, മനുഷ്യനെ വലയ്ക്കും ഈ ദുനിയാവ്, ജീവിക്കാൻ പാടാ എന്ന് പറഞ്ഞ ദുനിയാവിന്റെ ശത്രുവായി ദുനിയാവ് മനുഷ്യനെ വരിഞ്ഞു മുറുക്കി അവനെ കൊന്നുകളയാണ്. ജീവിക്കാനും മരിക്കാനും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന പെണ്ണിന്റെ ചുണ്ടിൽ ഒരു ലോഡ് ലിപ്സ്റ്റിക് ഉണ്ടാവും. ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ. നമ്മൾ മരണ വീട്ടിൽ ചെല്ലുമ്പോ ഇന്ന ആള് മരണപ്പെട്ടു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കാണ് വരുന്നത്. അവിടെ ഇരുന്ന് സംസാരിക്കുന്നു, കൂട്ടുകാരോട് തമാശ പറയുന്നു. ഇന്നലത്തെ കോമഡി നീ കണ്ടായിരുന്ന ആളെ അടിപൊളിയായിരുന്ന, അപ്പൊ പറഞ്ഞാൽ മയ്യത്തെടുക്കാറായി, ബാക്കി നമുക്ക് നിസ്കാരം കഴിച്ചിട്ട് പറയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അങ്ങനെ ഒരു ഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് വേട്ടയാടുന്നില്ല, നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നില്ല. ഒരു തെറ്റിന് പകരമായി 1000 പ്രാവശ്യം എന്ന് ഒരു പാപത്തിന് പകരമായി ആ പ്രിയപ്പെട്ട മഹാനുഭാവന് ചെയ്തു എന്നാണ്. എന്നിട്ട് പോലും സമാധാനമില്ലാതെ അലഞ്ഞു നടക്കുകയാണ് വീണ്ടും. അള്ളാഹുവേ, നമ്മൾ എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക? നിങ്ങൾ ഈ പരിസരത്തെ ജോലി ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അല്ലെ നിങ്ങൾ വിളിച്ചപ്പോ ഫോൺ എടുത്തു.